നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതന്മാർക്ക് ഇപ്പോൾ നല്ല കാലമാണ്. എവിടെ ഒരു നേതാവ്, കോൺഗ്രസിലെ ഒരു നേതാവ് വിമതനായി രംഗത്ത് വന്നാൽ അപ്പോൾ അയാളെ പിടിച്ച് CPM സ്ഥാനാർത്ഥിയാകും. ഏതാണ്ട് കൊച്ചി നഗരസഭയിൽ മാത്രം ഏതാണ്ട് 5ഓളം പേർക്കാണ്, 5ഓളം വിമത നേതാക്കൾക്കാണ് CPM അങ്ങനെ സീറ്റ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരുമെല്ലാം കോൺഗ്രസ് വിമതരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. CPM അതിൽ എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം വളരെ കൃത്യമാണ്. കോൺഗ്രസിലെ വളരെ കാലം മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആൾക്ക് ആ പ്രദേശത്ത് നല്ല സ്വാധീനം കാണും. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അവിടെ മത്സരിക്കാൻ കഴിയാതെ വരും. അവർക്ക് സീറ്റ് കൊടുക്കില്ല. അപ്പോൾ അവർ വിമതരാകും. ആ വിമതരായ ആളുകൾ വിമതരായി മത്സരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇടത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ മത്സരിക്കുകയും വേണം. അതുകൊണ്ട് കോൺഗ്രസ് വിമതർ ആരായാലും അവരെ ഇടത് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനുമായി മുന്നോട്ട് പോകണമെന്നാണ് CPM സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരളത്തിലെ എല്ലായിടത്തും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ത്രിതല പഞ്ചായത്തുകളിലും എല്ലാം തന്നെ എവിടെ ഒരു കോൺഗ്രസ് വിമതൻ തലയുയർത്തുന്നുവോ അവനെ അപ്പോൾ പൊക്കിയെടുക്കുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. അങ്ങനെ കൊച്ചി നഗരസഭ, തിരുവനന്തപുരം നഗരസഭ, കൊല്ലം, തൃശ്ശൂർ എല്ലാത്തിലും കോൺഗ്രസ് വിമതന്മാർ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം സ്ഥാനാർത്ഥികളാക്കാനുള്ള നിർദ്ദേശമാണ് CPM സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പലയിടങ്ങളിലും അങ്ങനെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവർ ഇപ്പോൾ ഇടതു സ്ഥാനാർത്ഥികളായും CPM സ്വതന്ത്രരുമായും ഒക്കെ അവതരിച്ചിട്ടുണ്ട്. എറണാകുളത്തും കൊച്ചി നഗരസഭയിലും തിരുവനന്തപുരത്തുമെല്ലാം ആര് കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലാകുന്നോ അയാളെ വീട്ടിൽ ചെന്ന് കണ്ട് ഇടതു മുന്നണി സ്ഥാനാർത്ഥികളാക്കിയാണ് ഇപ്പോൾ CPM നേതൃത്വം ചെയ്യുന്നത്. വീട്ടിൽ ചെന്ന് കണ്ട് CPMൻ്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികളാകാൻ ക്ഷണിക്കുകയും അവരുടെ തെരഞ്ഞെടുപ്പ് ചെലവടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായി CPM നേതൃത്വം നോക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് വിമതരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് തന്ത്രം. കാരണം കോൺഗ്രസിൻ്റെ അടിത്തറ തോന്നണമെങ്കിൽ പ്രാദേശിക നേതാക്കളെ ആ പാർട്ടിയിൽ നിന്നും വിടുവിച്ച് നിർത്തണമെന്നുള്ള ഒരു വ്യക്തമായ രാഷ്ട്രീയ തന്ത്രം ലക്ഷ്യം CPMനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, കോഴിക്കോട് KP അനിൽകുമാർ, ഇവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളായിരുന്നു. അവർ കോൺഗ്രസ് വിട്ടപ്പോൾ ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ എടുത്ത് പുതിയ സ്ഥാനങ്ങൾ അവർക്ക് നൽകിയത് പരമാവധി കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളെ CPMൽ എത്തിക്കുക, അവരെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു പിണറായിയുടെ CPMൻ്റെ തന്ത്രം. അത് ഒരു പരിധിവരെ വലിയൊരു അളവോളം അത് വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ വിമതരുണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമാണ്. കാരണം എവിടെ ഒരു വിമതരെ കണ്ടാലും അപ്പോൾ CPM പിടിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിയാകും. കുറഞ്ഞ പക്ഷം കോൺഗ്രസിനെ ആ വാർഡിൽ തോൽപ്പിക്കാനെങ്കിലും അയാൾക്ക് പറ്റും. ഇത് നന്നായി മനസ്സിലാക്കിയാണ് വിമതന്മാരെ സ്വീകരിക്കാനുള്ള ഒരു പുതിയ തന്ത്രം CPM ആവിഷ്കരിച്ചത്. കേരളത്തിലെ ഏറെക്കുറെ എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും എല്ലാം കോൺഗ്രസ് വിമതരെ CPMൻ്റെയും ഇടതുമുന്നണിൻ്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച് പരമാവധി കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPM നേതാക്കൾക്ക് പലർക്കും സീറ്റ് ലഭിക്കുന്നില്ല ഇതുകൊണ്ടെന്നുള്ളൊരു പരാതിയുമുണ്ട്. കാരണം CPMലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് പലർക്കും ഈ സീറ്റ് ലഭിക്കുന്നില്ല. കാരണം വെച്ചാൽ കോൺഗ്രസ് വിമതനായിട്ടൊരാൾ രംഗത്ത് വരികയാണെങ്കിൽ അയാൾക്ക് അപ്പോൾ സീറ്റ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ ലോക്കൽ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗത്തിനൊക്കെ മത്സരിക്കാൻ കഴിയാതെ വരും. ഏതായാലും കോൺഗ്രസ് വിമതർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്നാണ്, ആദ്യത്തെ പ്രിഫറൻസ് എന്നാണ് CPM സംസ്ഥാന നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് ആര് കോൺഗ്രസ് വിമതനാവുന്നോ ഇപ്പോൾ അവൻ്റെ നല്ല കാലമാണ്.